മാതൃഭൂമിയെ ഏറെക്കാലം നയിച്ച ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒപ്പം സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ കാവലാൾ കൂടിയായ MP വീരേന്ദ്രകുമാറിന്റെ ഓർമ്മ ദിനമാണിന്ന്. വീരേന്ദ്രകുമാറിനെ അനുസ്മരിക്കുകയാണ് രാഷ്ട്രീയ കേരളം. നീതികേടിനെതിരെ നിരന്തരം കലഹിച്ച വ്യക്തിയായിരുന്നു അദ്ദേഹമെന്ന് RJD സംഘടിപ്പിച്ച അനുസ്മരണ യോഗത്തിൽ P. ചിദംബരം പറഞ്ഞു. കോഴിക്കോട് മാതൃഭൂമി സംഘടിപ്പിച്ച അനുസ്മരണ യോഗത്തിൽ രാമചന്ദ്ര ഗുഹ മുഖ്യപ്രഭാഷണം നടത്തി. കറകളഞ്ഞ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തെ കരുത്തോടെ മുന്നോട്ട് നയിച്ച സാരഥി MP വീരേന്ദ്രകുമാർ വിട പറഞ്ഞിട്ട് 4 ആണ്ട്. ഓർമ്മയിൽ നാട്. Sure, sir, Chairman. The next war is going to be on water. We know what's happening in Punjab, what's happening elsewhere in India. Water is the problem. RJD കോഴിക്കോട്ട് സംഘടിപ്പിച്ച അനുസ്മരണത്തിൽ മുൻ കേന്ദ്രമന്ത്രിയും രാജ്യസഭാ MPയുമായ P. ചിദംബരം മുഖ്യാതിഥി. Look at his life. The number of days he protested against injustice will be more than the number of days he lived as an author or a writer or an MP. It was in his blood to rebel against injustice and fight for justice. മുറ്റത്ത് വൃക്ഷത്തൈ നട്ട് അബ്ദുറഹ്മാൻ മെമ്മോറിയൽ ഹാളിൽ വൈകിട്ട് മാതൃഭൂമിയുടെ അനുസ്മരണ യോഗത്തിന് തുടക്കം. ഇന്ത്യ എങ്ങോട്ടെന്ന വിഷയത്തിൽ ചരിത്രകാരൻ രാമചന്ദ്ര ഗുഹ മുഖ്യപ്രഭാഷകൻ. രാഷ്ട്രീയ തത്വങ്ങളുടെ അപജയം രാജ്യത്തിന് വെല്ലുവിളിയെന്ന് രാമചന്ദ്ര ഗുഹ. നേതാക്കൾക്കെതിരെ വിമർശനം. The politics of today, of 2024, presents them as rivals. But that is far from the truth. They had their differences, they had their disagreements, but they worked together. Parties, political parties, have leaders who are freely chosen and who are accountable to their colleagues. In India, on the other hand, we have only 2 types of political parties. One type that is captive to a cult of personality. വരും ദിവസങ്ങളിൽ വിവിധയിടങ്ങളിൽ MP വീരേന്ദ്രകുമാർ അനുസ്മരണ സമ്മേളനങ്ങൾ നടക്കും. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.